ഇത് പുതിയതല്ലേ? പക്ഷേ പുതിയ മോഡലല്ലേ? ഇവിടെ ഇവിടെ നോക്കി ഇത് കാല് കാല് ഓക്കെ അല്ലേ? എനിക്കിപ്പോ എടുക്കണോ നമുക്ക്? അതായത് നമുക്ക് അങ്ങനെ എടുക്കാനുള്ള അങ്ങനെ ഒരു സംഭവം ഇല്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയൊക്കെ ആയിരുന്നു എന്നുവെച്ചാൽ ഒരു ബൈക്ക് വാങ്ങാൻ അല്ല ഒരു കാറ് വാങ്ങാനുള്ള പൈസ ഉള്ളപ്പോൾ ഒരു ബൈക്ക് വാങ്ങണം, അങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ വെൽത്ത് മാസ്റ്ററിൽ പറയണം. അപ്പം സ്വിഫ്റ്റിന്ന് വീഡിയോ എടുക്കുമ്പോഴേ താഴ്ത്തിരുന്ന് എടുക്കണ ഫീൽ ആണല്ലോ, താഴ്ത്തിരുന്ന ആണല്ലോ എടുക്കണേ. ഇപ്പൊ ലുക്ക് മാറില്ലേ വണ്ടിയുടെ? വൈറ്റാണോ? അത് വൈറ്റല്ലേ? നമ്മുടെ കാറ് മാറ്റിയിട്ടേ വേറെ വണ്ടി ഇപ്പൊ 6 വർഷത്തോളമായി. അപ്പൊ അത് മാറ്റി വേറെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് ഏത് വണ്ടിയാ നോക്കാൻ വന്നേക്കണേ? താറ് നോക്കണോ? മഹീന്ദ്രയുടെ അല്ല താറ്? അപ്പൊ നമ്മള് താറ് നോക്കാൻ പോട്ടെ പുതിയ. അത് ശരിയെന്നാ? എനിക്ക് അങ്ങനെയൊന്നും അറിയാൻ പാടില്ല. ചോദിക്കാം. ഓക്കെ. എന്നിട്ടാ താറ് കാണാൻ വന്നിട്ടേ താറ് വന്നിട്ടില്ല. താറ് വന്നിട്ട് ലോഞ്ചിങ്ങിന് കൊണ്ടുപോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. 3 ഓപ്ഷൻ. എന്റെ മൂക്കൊക്കെ തിളങ്ങണുണ്ട്. എന്നെ സാറയാണ് കേട്ടോ, സാറമോളാണ് എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്നത്. ഇവിടെ എന്താ മേജോ മോട്ടോയിൽ ഏതാ വണ്ടി? എർട്ടിക. അപ്പൊ താറ്, എർട്ടിക, കിയ ഇതാണ് കേട്ടോ. കിയയുടെ കാരൻസ്. അപ്പൊ ഇതില് എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 7 സീറ്റർ വേണം വണ്ടി. കാരണം നമ്മൾക്ക് ഇതുങ്ങളായിട്ടൊക്കെ എവിടെയെങ്കിലും പോകുമ്പോണ്ടല്ലോ വണ്ടി കയറിയ ഉടനെ തന്നെ ബാക്കിലങ്ങ് കിടക്കും. പുതിയ സ്വിഫ്റ്റ് ഉണ്ടോ? ഏത്? അപ്പം അതുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്നൊന്നും മാറ്റാനല്ല, അത് അല്ല ഇത് കൊടുത്തിട്ടാണ് നമ്മളുടെ വണ്ടി മാറ്റിയിട്ട് ഞാൻ വിളിച്ചോളാം. അല്ല സർവീസ് നോക്കണം, വണ്ടി വേറെ നോക്കുന്നുണ്ട്. ഞാൻ വിളിച്ചോളാം. മാറ്റിയിട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ബാക്ക് നോക്ക്. എങ്ങനെയുണ്ട്? പുറകെ കൂടി ഇരുന്ന് നോക്കണേ. ആ സീറ്റ് ഇട്ടിട്ട് പുറകിൽ എങ്ങനെയാണ് ഇത് ചോദിച്ചാൽ മതി. എങ്ങനെ മടക്കണം നോക്കി. ഇതിങ്ങനെ ഇങ്ങനെ നീക്കണം അല്ലേ? നമുക്ക് ഒറ്റ ഇതിൽ പോകത്തില്ല. ഇതിൽ പോകത്തില്ല. ഇവിടെ വന്നിരുന്നു നോക്കി. ഇവിടെ നോക്കിയിരുന്നു നോക്കി. ഈ സീറ്റ് വന്നിരുന്നു. ഇത് പുതിയതല്ലേ? പക്ഷേ പുതിയ മോഡലല്ലേ? ഇവിടെ ഇവിടെ ഇരുന്ന് നോക്കി. ഇത് കാല് കാല് ഓക്കെ അല്ലേ? നമ്മളെ വൈറ്റാണോ? അത് വൈറ്റല്ലേ? സ്വിഫ്റ്റിന്ന് വീഡിയോ എടുക്കുമ്പോഴേ താഴ്ത്തിരുന്ന് എടുക്കണ ഫീൽ ആണല്ലോ, താഴ്ത്തിരുന്ന ആണല്ലോ എടുക്കണേ. ഇപ്പൊ ലുക്ക് മാറില്ലേ വണ്ടിയുടെ? അങ്ങനെ ഞങ്ങള് വീണ്ടും തിരിച്ച് നമ്മുടെ വണ്ടി കയറി. ഇനി നേരെ എങ്ങോട്ടാ പോണേ? കിയയിലൊന്ന് കയറി കാരൻസ് നോക്കിട്ട് ഞങ്ങൾ കിട്ടി. നല്ല വണ്ടി കേട്ടോ, എർട്ടിക നല്ല സൂപ്പർ വണ്ടി അല്ലേ? നല്ല വണ്ടി, ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മള് എവിടെ എത്തി? അങ്ങനെ ഞങ്ങള് കാരൻസ് നോക്കാൻ പോവാ. ഈ വണ്ടിയുടെ ഷോറൂമിലല്ലേ വണ്ടി എടുക്കാൻ വേണ്ടി നല്ല രസമാണ്. ജ്യൂസ് വേണം, ചായ വേണം, എല്ലാം കിട്ടും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരാനായിട്ട്. വണ്ടി കാണാനോ, വണ്ടി കാണുന്നത് മാത്രമല്ല ജ്യൂസും ചായയും കോഫിയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ അവർ തരും. ഇന്ന് പായസം വരെ കിട്ടും. ഇതാണോ വൈറ്റാണോ? അത് വൈറ്റല്ലേ?
കേട്ടാ. എനിക്കുണ്ടല്ലോ ആ ഡോറടക്ക്. എനിക്ക് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളതില്ലേ, അത് എർട്ടിഗയ്ക്കാണ്. കാരൻസിന് അത്ര ബാക്കിലില്ലേ, ബാക്ക് സീറ്റില് 7 സീറ്റർ ആണ്. അപ്പൊ ആ ബാക്കിൽ അത്ര ഹൈറ്റ് ഇല്ല. മറ്റേന്റെ മുകളിൽ നല്ല രസമുണ്ട് കേട്ടാ. പക്ഷെ കൂടുതലും കൺഫ്യൂഷൻ ആയല്ലേ? എനിക്ക് കൺഫ്യൂഷൻ ഒന്നും ആയില്ല. എനിക്ക് കൺഫ്യൂഷൻ ആയി. എനിക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പോവാം. കൺഫ്യൂഷൻ ആയി, വിലേന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ആയി. ഡിസൈനിങ് നമ്മളിപ്പൊ എടുക്കാനും പോണില്ലല്ലോ. അതുകൊണ്ട് എടുക്കും, പക്ഷെ ഇപ്പൊ എടുക്കൂലല്ലോ, പൈസ ഒക്കെ വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ കാണുമ്പോ നമുക്കൊരു സന്തോഷമാണ്, ഒരു പോസിറ്റീവ് എനർജി ഒക്കെ വരും. പിന്നെ ഇങ്ങനെ ഇടക്കൊക്കെ വന്ന് വണ്ടിയൊക്കെ കാണണം. അങ്ങനെയല്ല, അപ്പൊ നമുക്കൊരു സന്തോഷവും നമുക്ക് എടുക്കണം അങ്ങനെയുള്ള ഒരു ആഗ്രഹമൊക്കെ വരും. അപ്പൊ നമുക്ക് ഈ വണ്ടി ഇല്ലേ എന്നുള്ളതല്ല, അങ്ങനെയല്ല, നമ്മൾ ഈ വണ്ടി എടുത്തപ്പോഴും കാര്യം നമുക്ക് സൗകര്യമാണല്ലോ. കുട്ടികള് അവർക്ക് ഇരിക്കാൻ വരെയൊക്കെ പറ്റുന്നില്ല പുറകില്. ഞങ്ങളിങ്ങനെ ദൂരെയൊക്കെ പോകുമ്പോണ്ടല്ലോ ഇതുങ്ങള്, കാരണം നമ്മള് വീഡിയോ എടുക്കാനൊക്കെ ചിലപ്പോ പോകുമ്പോ ഇവർക്ക് ക്ലാസ് ഒന്നും അല്ലെങ്കിൽ ഇവിടെയും കൊണ്ട് പോകുമ്പോ അവർക്ക് കിടക്കണം, ഇവർക്ക് ഛർദ്ദിക്കാൻ വരും. ട്രാവൽ ചെയ്യുമ്പോൾ പിന്നെ ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് കിടക്കണം. അപ്പൊ നമ്മളെ സ്വിഫ്റ്റിന്റെ പുറകിൽ അവര് 3 പേരും കൂടി പറ്റൂല, കൺജസ്റ്റഡായി. അപ്പൊ അത് കാരണം നമ്മളിങ്ങനെ ഒരു വണ്ടി നോക്കണം. ശരിക്കും നമ്മൾ ഫസ്റ്റ് വണ്ടി എടുക്കുമ്പോഴുള്ള ഒരു സന്തോഷമില്ല. ഞാൻ പക്ഷെ ഫസ്റ്റ് വണ്ടി എടുത്തപ്പോ എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു. അത് ഞാൻ വരാത്തോണ്ടല്ല, എടുക്കാൻ തന്നെ ഇപ്പൊ എടുക്കണോ, എനിക്ക് ഇപ്പൊ എടുക്കണോ നമുക്ക്, അതായത് നമുക്ക് അങ്ങനെ എടുക്കാനുള്ള അങ്ങനെ ഒരു സംഭവം ഇല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു ബൈക്ക് വാങ്ങാൻ, അല്ല ഒരു കാറ് വാങ്ങാനുള്ള പൈസ ഉള്ളപ്പോ ഒരു ബൈക്ക് വാങ്ങണം, അങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ വെൽത്ത് മാസ്റ്ററിൽ പറയണം. അപ്പം അങ്ങനെയാണ്, അതാണ് ശരിക്കും എന്റേതായ രീതി. ആ കൈ വരുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നേ. പക്ഷെ ഡോപ്പിക്ക് വർക്കിന്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. വർക്കുമായിട്ട് നമ്മുടെ പ്രിന്റിങ്ങിന്റെ അതുണ്ടായിരുന്ന സമയത്ത് അതൊക്കെ ആയിട്ട് ഇവിടം വരെ പോകണം, പുനലൂർ വരെയൊക്കെ പോകണം. അപ്പൊ വേറെ വണ്ടി നമുക്ക് ഈ കാറിനകത്താണ് കൊണ്ടുപോകണത്. അപ്പൊ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് വണ്ടി എടുക്കുന്നത് തന്നെ. നമ്മുടെ വർക്കിന്റെ ആവശ്യം ആയിരുന്നു മെയിൻ. അപ്പൊ നമുക്ക് നമ്മള് അങ്ങനെ ഒരു ആവശ്യത്തിന് എടുക്കണേ. അപ്പൊ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ എടുക്കണേന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം, ഭയങ്കര സന്തോഷമായിട്ടല്ലല്ലോ എടുക്കണത്. ദൈവമേ ഇതൊക്കെ അടക്കാൻ പറ്റണേ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയോടുകൂടിയാണ്. പക്ഷെ ഒരുപാട് യൂസ് ചെയ്തു നമ്മള് വണ്ടി. പക്ഷെ ഇപ്പൊ ഞാനിങ്ങനെ നമുക്ക് കുറച്ച് സൗകര്യമുള്ള ഒരു വണ്ടി എടുക്കാൻ പറ്റിയെങ്കിൽ എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓ സ്വിഫ്റ്റ് നല്ല വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. എല്ലാരും പറയുന്നതല്ല, അടിപൊളി പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്, നല്ല വണ്ടിയാണ് സ്വിഫ്റ്റ്, നല്ല വണ്ടിയാണ്. പുതിയ വണ്ടി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല നല്ല വണ്ടി. അപ്പു വണ്ടി എടുക്കാൻ പോണ്. ശരിക്കും എല്ലാവരുടെയും ഒരു സ്വപ്നമൊക്കെയാണ്. ആംബുലൻസ് ഇങ്ങനെ പോകുമ്പോ നമ്മളിങ്ങനെ അതിന്റെ അകത്ത് പോകുന്ന ആ ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കൂലേ? കുറെ പേരൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ഞാനിങ്ങനെ അതിനകത്ത് ആരാണ് ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? സത്യം പറയണം, പ്രാർത്ഥിക്കാറില്ല. കണ്ട ഇതുപോലെ പ്രാർത്ഥിക്കാത്തവങ്ങളും കാണും. വണ്ടി മാറ്റി കൊടുക്കും. അതെ. നമ്മളെപ്പോഴും കാണും കുറെ പേരൊന്നും വണ്ടി മാറ്റി കൊടുക്കാത്തത് കാണും. അല്ലെങ്കിൽ ഈ ആംബുലൻസ് പോകുമ്പോ അതിന്റെ പിന്നാലെ അങ്ങോട്ട് ആംബുലൻസ് പോകുമ്പോഴേ അതിന്റെ പിന്നാലെ കുറച്ച് സ്പേസ്, അങ്ങനെ സ്പീഡിൽ പോകാൻ പറ്റുമല്ലോ, അങ്ങനെ പോകും. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ, ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ്. അപ്പൊ നമ്മള് ഞാൻ ഇനി പിള്ളേരെ കൊണ്ടുപോയതൊക്കെ കാണിക്കട്ടെ കേട്ടോ. കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, അവര് ഭയങ്കര വെയിറ്റിംഗ് ആയിരിക്കും ഇത് കാണാൻ വേണ്ടിട്ടേ. അപ്പൊ വീടെത്തി. ഇപ്പൊ ഡോപ്പി മമ്മിയുടെ അടുത്ത് പോയിട്ട് വരുന്നുണ്ട്. ഒരാളോടെ വാദിക്കാൻ വന്നു നോക്കി നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ വാതിക്കലോട്ട് വരുന്നുണ്ട്. ഞാൻ ഇറങ്ങിട്ടേന്നാ. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. നമ്മുടെ ചാനൽ കാണാത്തവര്, ലൈക്ക് ബോഗൻവില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുവരെ ബൈ. റവിയൊക്കെ കുട്ടി നോക്കി ഒരു സാധനം കാണിച്ചേറ്റ്. ഗിഫ്റ്റ് യൂട്യൂബിന്റെ ചേട്ടാ, പോവാ നമുക്ക് പോവാ.